നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയെ കുറിച്ച് പറയുമ്പോൾ നേട്ടങ്ങളും കോട്ടങ്ങളും അതിലേറെ നമ്മളെയൊക്കെ ഏറെ പ്രയാസപ്പെടുത്തിയ ഒരു വർഷം കൂടിയായിരുന്നു അല്ലേ. കാരണം അദ്ദേഹത്തിനൊരു ഇൻസിഡൻ്റ് ഉണ്ടായ സംഭവം നമുക്കറിയാം. ഒരുപാട് ആളുകൾ അന്ന് മമ്മൂക്കായെ വിമർശിച്ച് രംഗത്ത് വന്നു. ഇനി മലയാള സിനിമ ചെയ്യാൻ സാധിക്കില്ല, മലയാള സിനിമയിൽ നിന്ന് മമ്മൂക്ക ഔട്ടായി, മമ്മൂക്കായെ കുറിച്ചിട്ട് പല തരത്തിലുള്ള അധിക്ഷേപങ്ങളും പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടു. ശരിക്കും മമ്മൂക്ക എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെക്കുറിച്ച് ഓർക്കുന്ന ആൾക്കാർക്കൊക്കെ അത് മനസ്സിനെ ഏറെ പ്രയാസപ്പെടുത്തി തന്നെ ഇനി മലയാളത്തിലേക്ക് മമ്മൂക്ക തിരിച്ചു വരുമോ അല്ലെങ്കിൽ ഇനി മലയാള സിനിമ മമ്മൂക്ക ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ആരാധകർക്കിടയിൽ മമ്മൂക്ക ഇഷ്ടപ്പെടുന്നവർക്കുണ്ട്. എന്നാൽ വിമർശിച്ചവരുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തുകൊണ്ടാണ് മമ്മൂക്കയുടെ ആ ഒരു തിരിച്ചുവരവ് നമ്മൾ മലയാള സിനിമയിൽ കണ്ടത്. ഈ 2025 അവസാനിക്കുമ്പോൾ ക്രിസ്മസ് റിലീസായിട്ട് എത്തിയ മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമ, ചുരുങ്ങിയ ബഡ്ജറ്റിലെടുത്ത സിനിമ, കോടികൾ വാരി, അത് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമായിരുന്നു. ആ സിനിമയിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള ആ ഒരു കഥാപാത്രം ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഒരാൾക്കും അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ പലരെയും പല നടന്മാരെയും പല അഭിനയ രീതികൾ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യും. പക്ഷെ മമ്മൂക്കാക്ക് പകരം വെക്കാൻ ഇനി മറ്റൊരാളില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇത്രയും വലിയ സ്റ്റാർ വാല്യൂവിൽ നിൽക്കുമ്പോൾ പോലും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ, അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ എടുക്കാൻ കാണിക്കുന്ന ആ ഒരു ചങ്കൂറ്റം അല്ലെങ്കിൽ അത് സ്ക്രീനിൽ വരുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു വർഷമായിരുന്നു 2025. ഇനി 2026 നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല സിനിമകൾ, ഒരുപാട് ബ്രഹ്മാണ്ഡ സിനിമകളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പം മലയാളത്തിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വലിയൊരു സിനിമയാണ് കത്തനാർ എന്ന് പറയുന്ന സിനിമ. ജയസൂര്യ ഏതാണ്ട് 4-5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആ ഒരു സിനിമ എത്തുന്നത്. അത് നമ്മുടെ ഗോകുലം ഗോപാലനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ക്യാമിയോ റോളിൽ നമ്മുടെ ലാലേട്ടൻ എത്തുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ സിനിമകൾ കാത്തിരിക്കുമ്പോഴാണ് പാട്രിയോട്ട് എന്ന സിനിമ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാരണം 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്കായും ലാലേട്ടനും ഒന്നിക്കുന്നു എന്നുള്ളതാണ് ബിഗ് സ്ക്രീനിൽ ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് കാണാനായിട്ടുള്ള വലിയ ആഗ്രഹം തന്നെയാണ് രണ്ട് ഫാൻസുകാർക്കും. അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു പാക്കപ്പ് വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ തരംഗമായിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. താരരാജാവിൻ്റെ ആ ഒരു എൻട്രി, ഓ യാ മോനെ, പൊളി പൊളി ഏട്ടാ. ഓഫ്, വൈറ്റ് ഷൂ, വൈറ്റ് പാൻറ്, ഒരു യെല്ലോ കളർ ഷർട്ട്, കൂളിംഗ് ഗ്ലാസ്. പിന്നെ നമ്മുടെ മമ്മൂക്കാക്ക് ഒരു വീക്കെൻഡ്സ് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പാട്രിയോട്ടിന്റെ സെറ്റിൽ മമ്മൂക്ക വന്നിറങ്ങിയിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കിഡു എന്ന് പറഞ്ഞാൽ പോരാ, ഇതൊക്കെ വിമർശിച്ചവർക്ക് ഒരു 8ന്റെ പണി തന്നെയാണ് കേട്ടോ നമ്മുടെ മമ്മൂക്ക. പാട്രിയോട്ട് സിനിമ പാക്കപ്പായി. അതുപോലൊപ്പം തന്നെ ന്യൂ ഇയർ സെലിബ്രേഷനും നമ്മുടെ മമ്മൂക്ക ഈ ഒരു സെറ്റിൽ വെച്ച് ആഘോഷിച്ചു. അപ്പോൾ ഇനി നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വലിയൊരു സിനിമ, ബ്രഹ്മാണ്ഡ സിനിമ, ലാലേട്ടനെ കൂടാതെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ, അങ്ങനെ തെന്നിന്ത്യൻ സൂപ്പർ താരമായിട്ടുള്ള നയൻതാര, അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന മലയാളത്തിലെ വലിയ ചെലവേറിയിട്ടുള്ള ഒരു സിനിമയാണ്. ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ശ്രീലങ്ക, അസർബൈജാൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ അവസാനത്തെ ആ ഒരു പാക്കപ്പ് വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഏതൊരു സിനിമയും പാക്കപ്പ് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കാടെ വക അതിൽ അഭിനയിച്ചിട്ടുള്ളവരും ആ സിനിമയിൽ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം മമ്മൂക്കാടെ വക ആ ഒരു ബിരിയാണി വിളമ്പുന്ന സംഭവം ഉണ്ട്. അത് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് മമ്മൂക്ക പാട്രിയോട്ടിന്റെ സെറ്റിൽ ആഘോഷിച്ചത്. ആ വന്ന വരവ് അത് വേറെ വൈബ കേട്ടോ. കാരണം ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവർ പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലാണ് പുള്ളിയുടെ ആ ഒരു ഡ്രസ് കോഡാണെങ്കിലും പുള്ളിയുടെ ആ ഒരു മുണ്ടും ഷർട്ടും ഇട്ട് വന്നാൽ പോലും മമ്മൂക്ക എന്ന് പറയുന്ന നടനെ നോക്കി നിൽക്കാത്ത ഒരാളും ഉണ്ടാവില്ല അല്ലേ. ഉദയസൂര്യൻ ഉദിച്ചതുപോലെയാണ് നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു തേജസ് എന്നുള്ളത്. എന്താണേലും 74ാമത്തെ വയസ്സിലും അദ്ദേഹം നമുക്ക് തരുന്ന കഥാപാത്രങ്ങൾ, അദ്ദേഹം നമ്മുടെ മുമ്പിൽ പകർന്നാടുന്ന ആ ഒരു വേഷങ്ങൾ അതിന്നും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ വിസ്മയിപ്പിക്കുക നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കാക്ക് 2026 സ്വാധിക്കട്ടെ എന്ന പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനൊരു മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കൂടുതലങ്ങ് കടന്നങ്ങ് പറഞ്ഞു പോകും എന്ന് വിചാരിച്ച് മറ്റുള്ള ആൾക്കാർ ഇഷ്ടമല്ല എന്നല്ല. സിനിമ കാണുമ്പോൾ സിനിമ നല്ലതാണെങ്കിൽ ആ സിനിമ നല്ലതാണ് എന്ന് തന്നെ പറയും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. പാട്രിയോട്ട് എന്ന സിനിമ 2026 മലയാള സിനിമയ്ക്ക് നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ബൈ.